ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ നമുക്ക് കുഞ്ഞു മക്കൾക്ക് ബ്രൊക്കോളി ക്യാരറ്റ് കിച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് ആവശ്യമായിട്ട് ബ്രൊക്കോളി വേണം. നല്ല ബ്രൊക്കോളി നോക്കിയെടുക്കണം, പുഴുവൊന്നും ഇല്ലാത്തത്. ഇപ്പം എനിക്കിന്ന് അത്യാവശ്യം നല്ലൊരു ബ്രൊക്കോളി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൂടി ഇത് കാണിച്ചു തരാമെന്ന് വെച്ചു. ബ്രൊക്കോളി എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താൽ നല്ലത്. ഇതിനകത്ത് പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. ആ സമയം കൊണ്ട് ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യാരറ്റ്, തക്കാളി, ബീൻസ്, ഇത് മൂന്നും നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കണം. വേറെ എന്തെങ്കിലും പച്ചക്കറി ആഡ് ചെയ്യാമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പം ബ്രൊക്കോളിയുടെ ആ ഒരു ടേസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയാണ്. ക്യാരറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അത്രയും ഫ്ലേവർ കിട്ടില്ല. ഉള്ളിക്കും ബീൻസിനും അതങ്ങ് വെള്ളം പോലെ അങ്ങ് ആയിപ്പോവും കൂട്ടത്തിൽ വേവുമ്പം. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്, ഹാഫ് കുക്കാണ്. ഈ പരുവത്തിലും കഴിക്കാവേ. ഇത് ചെമ്പാവരിയുടെ പൊടിയേരിയാണ്. നന്നായിട്ട് കഴുകിയെടുക്കുക. കുക്കർ വെച്ചിട്ട് എണ്ണ ഒഴിക്കുകയോ ഗീ ഒഴിക്കുകയോ ബട്ടർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ചില കുഞ്ഞുങ്ങൾക്ക് ബട്ടറിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമാവില്ല, അതുകൊണ്ട് ഞാനിപ്പം എണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം ബ്രൊക്കോളീസ് എല്ലാം എന്താ ഇങ്ങനെ വഴന്ന് നന്നായിട്ടങ്ങ് ആവും. വഴന്നെല്ലാം നമ്മൾ ഒരു വിസിൽ അടിക്കുമ്പം തന്നെ ബ്രൊക്കോളിയൊക്കെ പൊടിഞ്ഞ് ഇല്ലാണ്ടായി അങ്ങ് മാറും. ഇതിൽ 2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു പിഞ്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇടുന്നതാണ്. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടോ നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ എത്ര കുക്ക് ചെയ്താലും മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമുക്ക് അതിനൊക്കെ ഒന്ന് ഒരു ഹെൽപ്പായിട്ട് കിട്ടും. അങ്ങനെ അതാ കറക്റ്റ് 2 വിസിലടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. 2 വിസിലായപ്പോഴും ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെള്ളം പോകാൻ വേണ്ടി ഒരു വിസിലും കൂടെ അടിച്ചെടുത്ത് കറക്റ്റ് പരുവത്തിന് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുത്താൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പരുവത്തിന് ആയി കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ബ്രൊക്കോളി കിച്ചടി. ഇത് കുഞ്ഞുമക്കൾക്ക് കൊടുത്താൽ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.